ഹായ് ആൻഡ് വെൽക്കം ടു റെട്രോ റിവ്യൂ എഗെയിൻ. ദിസ് ഈസ് ഷാഫ്റ്റ്. ഇത്തവണ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടിയാട്ടോ. ഈ അൾട്രാ ലെജൻഡ് എന്നൊക്കെ വേണേൽ പറയാം. ഇതിന്റെ ഫസ്റ്റ് ജെൻ വണ്ടി ലോഞ്ച് ചെയ്തത് നമ്മുടെ ഇന്ത്യയിൽ 2003 2003 അത്യുഗ്രൻ ലോഞ്ച്. ഇതിന്റെ ആഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ടോപ്പ് ആഡ്സ് ആയിരുന്നു. നമ്മുടെ ഒരു ഫേമസ് ആക്ടർ ആയിരുന്നു ഇതിന്റെ ആഡിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ആഡൊക്കെ നല്ല തീപ്പൊരിയായിട്ട് നിൽക്കുന്നു. വണ്ടി അതുപോലെ തന്നെ കത്തിക്കേറി നിന്ന് എല്ലാവരുടെയും ഹൃദയത്തിലൊരു ഇടം പിടിച്ചൊരു വണ്ടിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഈ ഒരു അൾട്രാ ലെജൻഡറി എന്താ പറയുക, എല്ലാ സെഗ്മെന്റിലും ഉൾപ്പെടുത്താൻ പറ്റിയ ഈ ഒരു 1.5 മുതൽ ദാറ്റ്സ് ദി ഹീറോ ഹോണ്ടാസ് കരീഷ്മ ആർ. OG ഫസ്റ്റ് ജെൻ കരീഷ്മ ആർ കേട്ടോ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുക. ഞാൻ ഈ ഒരു സാധനത്തിനെ തപ്പി എനിക്കൊന്ന് കഴിഞ്ഞ ഒരു 1 month ആയിട്ട് ഞാൻ ഈ ഒരു കരീഷ്മ ആർ പഴയ വണ്ടി, നല്ല സ്റ്റോക്ക് കണ്ടീഷനുള്ള വണ്ടി തപ്പി ഞാൻ മടുത്ത്. ഞാൻ ക്ലബിൽ മെസ്സേജ് അയച്ചു, അതുപോലെ കുറെ അടുത്ത് ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കി. ലാസ്റ്റ് ഫോർട്ട് കൊച്ചിയിലുള്ള നമ്മുടെ ഒരു ടീമാണ് വണ്ടി എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ. വണ്ടി ഫുൾ ബ്ലാക്ക് വണ്ടിയാണ്, നമ്മുടെ ഐക്കോണിക് യെല്ലോ ഞാൻ കുറെ നോക്കി, യെല്ലോ ഇല്ല. ഈ വണ്ടി കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് അടുത്തിരിക്കുന്നതാണ്, കളർ ചേഞ്ച് ചെയ്യും ഇൻ ഫ്യൂച്ചർ. ഇതിപ്പം നല്ല ബ്ലാക്ക് ഫിനിഷോട് കൂടി വണ്ടി ഇരിക്കുന്ന കണ്ടില്ലേ മോനെ. ഇപ്പം ഞാൻ പറയില്ല, ആ ഒരു കാലഘട്ടത്തിൽ ഇത് ഇറങ്ങിയപ്പോൾ ഇത്ര ഫാൻ ബേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ടൈമിൽ, ഇത് ഇറങ്ങിയ ടൈമിൽ. ബട്ട് ഇപ്പോൾ ഇതിനോടുള്ള ക്രേസ് എല്ലാവർക്കും പിന്നെയും കൂടി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ചുരുക്കം ചില വണ്ടികൾ മാത്രമേ ഉള്ളൂ കാലം കൂടും തോറും ഇതിന്റെ ക്വാളിറ്റി കൂടി വരുന്നത്. അതായത് ഫാൻ ബേസ് കൂടി വരുന്ന വണ്ടികൾ വളരെ ചില കാറ്റഗറി വണ്ടികൾ മാത്രമേ ഉള്ളൂ. ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു സാധനത്തിനെ നമുക്ക് ഉൾപ്പെടുത്താം. കാരണം അത്രത്തോളം ഇപ്പോൾ ഫാൻ ബേസ് ഈ സാധനത്തിന് കയറി വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതിപ്പം നമുക്കൊരു എന്താ പറയുക, എക്സ്ട്രീം ഓഫ് റോഡ് കേപ്പബിലിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ആക്കാം. നമുക്ക് ടൂറിംഗ് കപ്പാസിറ്റി, ഇതിന്റെ നല്ല അത്യുഗ്രൻ ടൂറിംഗ് കപ്പാസിറ്റിയാണ്. അതുപോലെ ഈ ഒരു സെമി ഫെയറിംഗ് സെറ്റപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ കത്തി കയറി വരുന്നുണ്ട് ഈ ഒരു സെമി ഫെയറിംഗിന്റെ ഒരു ഡിസൈൻ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈൻ പറയാം. ഡിസൈനിന്റെ കാര്യത്തിലും മോനെ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ടൈമിൽ ഇത് കാണുമ്പോൾ നമ്മുടെ Doom 1 നമ്മുടെ പോലീസ് ഓഫീസിലും മറ്റവനും കൂടെ വരുന്ന ഒരു സെമി ഫെയറിംഗ് ഒരു സൂപ്പർ ബൈക്ക് ഉണ്ട്. ആ ഒരു സൂപ്പർ ബൈക്കിന്റെ ഒരു സാമ്യം ഈ ഒരു കരീഷ്മയിൽ തോന്നിക്കുന്നു. ദെൻ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് നല്ല ഷേപ്പോട് കൂടിയിട്ടുള്ള നല്ല ബൾക്കി ഹെഡ്ലൈറ്റ്. ഇപ്പോഴത്തെ പോലത്തെ വരയും കുറി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നല്ല ബൾക്കി ആയിട്ട് ക്യാരക്ടർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡ്ലൈറ്റ് ഫ്രണ്ടിലുണ്ട്. പിന്നെ നല്ല വിൻഡ് പ്രൊട്ടക്ഷൻ, നല്ലൊരു വൈസർ ഉണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് ഫെയറിംഗിൽ നല്ല അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഫെയറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു എയറോഡൈനാമിക്സ് തോന്നിക്കുന്ന രീതിയിലുള്ള സൈഡ് ഫെയറിങ്സ് ഒക്കെ കേട്ടോ വണ്ടിക്കുള്ള. പിന്നെ അണ്ടർബെല്ലി അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അണ്ടർബെല്ലി ഉണ്ട്. കാണാൻ നല്ല വലിയ കുഴപ്പമൊന്നും, നല്ല ലുക്കുള്ള അണ്ടർബെല്ലിയാണ് കേട്ടോ. സ്റ്റോക്ക് വരുന്ന അണ്ടർബെല്ലിയൊക്കെ കുറച്ച് ടോപ്പിലോട്ട് കുറച്ച് കെയറിങ് കൂടെ കിടക്കുന്നത്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല, ആ ഒരു ഡിസ്ക് ബ്രേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്പോർട്സ് ബൈക്കിന്റെ ഒരു ഫീല് കറക്റ്റായിട്ട് കിട്ടി, ഡിസ്ക് ബ്രേക്ക് ഉള്ള ഒരു വണ്ടി. പിന്നെ ടാങ്ക് നല്ല ഷേപ്പ് ആയിട്ടുള്ള ടാങ്ക് കേട്ടോ. ഈ ഒരു ഗ്രാഫിക്സ് പോലും മാറ്റിയിട്ടില്ല, സ്റ്റോക്ക് ഗ്രാഫിക്സ് ആണ് വണ്ടിക്ക് വെച്ചിരിക്കുന്നത്. ആറൊക്കെ കണ്ട ആ ടാങ്കിലെ ആറൊക്കെ നല്ല ആ ഒരു ഓൾഡ് ജെൻ ക്യാരക്ടർ തോന്നിക്കുന്ന ഒരു ആറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ പുറകിലത്തെ ഫെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ബൾക്കിയ, നല്ല സൈസ് തോന്നിക്കുന്ന ഒരു ഫെയറിംഗ് ആണ്. പിന്നെ വന്നിട്ട് ബ്രേക്ക് ലൈറ്റ്. ഈ ഒരു സാധനം മോനെ, ഇതിന്റെ ഈ ഒരു ബ്രേക്ക് ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ചിലപ്പോൾ പൾസറിലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. നല്ല, അതായത് ഇതിനകത്ത് 2 സെക്ഷൻ ആയിട്ട് ഒരു ബ്രേക്ക് ലൈറ്റിനെ തിരിച്ചേക്കുവാണ്, ലെഫ്റ്റും റൈറ്റും. ശരിക്കും ആ ഒരു എന്താ പറയാ, ആ ഒരു ടൈമിൽ നല്ല ബൾക്കി സൂപ്പർ ബൈക്കിന്റെ ഒക്കെ ഒരു ഫീല് തോന്നിക്കാനായിട്ട് അത്രത്തോളം ഒരു ഭംഗിയോടുകൂടിയാണ് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ സീറ്റ്, നല്ല കംഫർട്ട് തരുന്ന സീറ്റാണ്. വണ്ടിക്കകത്ത് ഇച്ചിരി കുഴിഞ്ഞ സീറ്റാണ്, നമ്മൾ ഇരിക്കുമ്പോൾ വണ്ടിക്കകത്തിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. പിന്നെ ഹാൻഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള ഒരു ഹാൻഡിലാണ്. ബൈ ഡിഫോൾട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ബാർ റൈസർ വെച്ചില്ലേലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹൈറ്റും കംഫർട്ടും ഒക്കെ കിട്ടുന്ന ഒരു ഹാൻഡിലാണ് ബൈ ഡിഫോൾട്ട് കിട്ടുന്ന വണ്ടിക്ക്. അങ്ങനെ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി ഓവറോൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വണ്ടിയാണ്. വണ്ടിയുടെ ടയർ സൈസ് അത്യാവശ്യം ചെറുതാണ് കേട്ടോ. അതായത് ബാക്ക് ടയർ ഒക്കെ സൈസ് കുറവാ,
ബട്ട് നമുക്ക് അത്യാവശ്യം ഗ്രിപ്പ് റോഡിൽ കിട്ടുന്നുണ്ട്. അധികം ഓവർ കോൺഫിഡൻസോട് കൂടി നമ്മൾ എടുത്തിട്ട് പെടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തെറിച്ചെടുത്ത കയ്യാലെ ഇരിക്കും. അങ്ങനെ ഒരുപാട് ആക്സിഡന്റുകൾ ഹിസ്റ്ററീസിൽ ഉണ്ട്. ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാർക്കാണേലും ഇതെടുത്തിട്ട് വീശിയിട്ട് കയ്യാലെ കയറിയ കുറെ കഥകൾ ഞാനും പേഴ്സണലി കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വീശാനോ പെടത്താനോ ഒന്നും പരിപാടികളൊന്നും അധികം നടക്കത്തില്ല. ബട്ട് നമ്മളൊരു എന്താ പറയാ ഒരു ഡ്രാഗ് റേസ് അല്ലെങ്കിൽ ഒരു ഹൈവേ ക്രൂസിങ്, ഓഫ് റോഡിങ്, ആ പരിപാടിയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഈ സാധനം ഹാൻഡിൽ ചെയ്യും. അതിനൊന്നും ഒരു മടിയും കൂടാതെ ഈ സാധനം ഫുള്ള്, അതായത് ഓവറോൾ നല്ല പക്ക ഒരു പാക്കേജ് ആണ് ആ ഒരു എൻറ്റയർ സെഗ്മെന്റിലോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കരീഷ്മയിൽ കിട്ടുന്നത്. ഇനിയിപ്പോ നമുക്ക് വർക്ക് വൈസ് കാര്യങ്ങൾ പറയാം. വണ്ടിയുടെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 17 bhp 7000 RPM 18 Nm ടോർക്ക് 6000 RPM വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓവറോൾ പവർ ഔട്ട്പുട്ട് ആ ഒരു 223 cc എഞ്ചിനിൽ നിന്ന് കിട്ടുന്ന കേട്ടോ. ഈ ഒരു സാധനത്തിന്റെ 223 cc നേരെ 250 cc കൺവേർട്ട് ചെയ്യുന്നവരുണ്ട്. പവറൊക്കെ വാരി കോരി ഈ സാധനം തരും. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വരുന്നത്. എല്ലാ ഗിയറും അത്യാവശ്യം നല്ല ലോങ് RPM എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ക്രൂസിംഗ് സെറ്റപ്പിൽ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഗിയറുകളായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓടിച്ച വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഗിയറുകളും RPM നല്ല രീതിയിൽ കയറ്റി പിടിക്കുന്നുണ്ട്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പടപടാന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വിട്ടില്ലേ ഈ സാധനം ഓരോ ഗിയറിലും അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് വണ്ടിക്ക് ആ ഒരു കപ്പാസിറ്റി ഉണ്ട് ആ ഒരു എഞ്ചിന്. അങ്ങനെ RPM ഓടിക്കുമ്പോൾ ഞാൻ കഥകൾ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഓടിച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കൈ കൊടുത്ത് നോക്കി. സാധനം പെർഫോമൻസ് മോനെ, ഇപ്പോഴും വണ്ടിയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് ശരിക്കും ഫീൽ ആയിരുന്നു കേട്ടോ. വണ്ടി ആ രീതിക്ക് വണ്ടിയുടെ എഞ്ചിനകത്ത് നിന്ന് ഔട്ട്പുട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട് ഇപ്പോഴും. ഒരു രീതിയിലും മടുപ്പിക്കത്തില്ലാത്തൊരു നല്ലൊരു എഞ്ചിൻ ഈ ഒരു 223 cc എഞ്ചിനാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ പെർഫോമൻസ് വൈസ് മൈലേജ് ഓൺ പേപ്പർ 40 km/L ആണ് മൈലേജ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അധികം വലിയ ഡിഫറൻസ് ഒന്നും കാണിക്കത്തില്ലായിരിക്കാം. ഒരു 35-40 എന്തായാലും നല്ല സ്റ്റോക്ക് ടയറുകളൊക്കെയുള്ള സ്റ്റോക്ക് വണ്ടിക്ക് 35 to 40 km/L മൈലേജ് കിട്ടും. ഡൽഹിയിലൊക്കെ ഇതുപോലെ ഓൾഡർ വണ്ടികൾക്ക് ചെറിയ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് പമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ പെട്രോളും എടുക്കത്തില്ലാത്തൊരു അവസ്ഥയിലോട്ട് കാര്യങ്ങളൊക്കെ നീങ്ങി. പക്ഷെ ഞാൻ പറയില്ല, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു നല്ലൊരു ഐക്കോണിക് വണ്ടി. ഇതൊക്കെ എങ്ങനെയും രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഇതിന്റെ ഒരു എമിഷൻ നോംസ് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും കൺവേർട്ടറോ കാര്യങ്ങളോ ഒക്കെ കൊടുത്ത് ഇതിനെയും നമ്മുടെ ആ ഒരു എമിഷൻ നോംസിലോട്ട് ഇതിന്റെ എഞ്ചിൻ കൊണ്ടുവന്ന് ഇതുപോലൊക്കെയുള്ള ആ ഒരു ഇത്രയും ഭംഗിയുള്ള ഇത്രയും ഫാൻ ബേസ് ഉള്ള വണ്ടികളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കരീഷ്മയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴാണ് ഇതിന്റെ ആ ഒരു വാല്യൂ എല്ലാരും ശരിക്കും അറിയുന്നത്. ഇത് അതുപോലെ നമ്മുടെ ഇമ്പൾസ് ഒക്കെ ഇപ്പോഴാണ് മോനെ ആ ഒരു ഓഫ് റോഡ് കാറ്റഗറി അങ്ങോട്ട് കയറി കൊളുത്തി കഴിഞ്ഞിട്ടാണ് ഈ സാധനമൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ കത്താൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കിനും ഈ ഒരു എമിഷൻ നോംസും അതും ഇതുമൊക്കെ വന്ന് മൊത്തത്തിൽ പ്രശ്നമാകാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കേരളത്തിലോട്ട് എപ്പോഴാണ് എന്നാ സംഭവിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, വണ്ടി ഭ്രാന്തന്മാരായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ ഇതിനെയും കൂടെ ആ ഒരു എന്താ പറയാ നമ്മുടെ എമിഷൻ നോംസ് ഒക്കെ എങ്ങനെയും കറക്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അപ്പം നമുക്കിനി വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അടുത്തൊരു പാട്ട് ഞാൻ കാണിച്ചു തരാം. അത് ഈ ഒരു മീറ്റർ കൺസോൾഡ് കേട്ടോ. ഞാൻ പറയില്ല, ഇതിന്റെ മീറ്റർ കൺസോൾഡ് എനിക്ക് 220 മീറ്റർ കൺസോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിട്ട്. ഇപ്പോഴത്തെ പോലത്തെ ഇപ്പോഴത്തെ എന്നൊക്കെ ജസ്റ്റ് ഒരു സ്ട്രിപ്പിനകത്ത് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേക്കകത്ത് കുറെ കാര്യങ്ങൾ ചുമ്മാ വാരിക്കൊരു കയറ്റി ഒരു ഭയങ്കര ഒതുക്കി കളഞ്ഞു. നമുക്ക് ഇതുപോലെ ബൾക്കിനെസ് തോന്നി. നമ്മുടെ ഹയാബൂസയുടെ ഒക്കെ മീറ്ററൊക്കെ പോലെ അനലോഗ് ഡയൽ, RPM അനലോഗ്, നമ്മുടെ NS ഒക്കെ പഴയ മീറ്റർ എന്ത് ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഒന്ന് ഓർത്ത് നോക്കി. ഇപ്പോഴത്തെ ജസ്റ്റ് ഒരു സ്ട്രിപ്പ് കൊടുത്തേക്കോ കാര്യങ്ങൾ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. പക്ഷെ ഇതുപോലൊക്കെയുള്ള അനലോഗ് മീറ്ററുകൾ എപ്പോഴും ഭയങ്കര ഒരു ഹരമാണ് നമുക്ക്. ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട്, അതായത് ട്രിപ്പ്, അതുപോലെ ടൈമിങ്, അതുപോലെ ടോട്ടൽ ട്രിപ്പ്, അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റ് സൈഡിൽ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ RPM മീറ്റർ, പിന്നെ സ്പീഡോമീറ്റർ 200 വരെ
കാണിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 140 ഒക്കെ ഈ സാധനം 145 140 ആ റേഞ്ചൊക്കെ അടിക്കുമെന്ന് തോന്നുന്നു ഹൈവേയിൽ നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ ടയറിന്റെ ആ ഒരു സൈസിന്റെ ഇഷ്യൂ കാരണം സ്റ്റെബിലിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നെനിക്കറിയില്ല. ബട്ട് വണ്ടിക്ക് 200 വരെ മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവന്റെ RPMന്റെ കളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് പെർഫോമൻസ് പറയുന്നത് 7000 RPMലാണ്. റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന 8500 RPMലാണ്. 10000 RPM ആണ് മാക്സിമം കൊടുത്തിട്ടുള്ളത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ ആ ഒരു കോക്പിറ്റ്, നമ്മുടെ ഹാൻഡിലും ഞാൻ കയറി ഇരുന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഗോപ്രോ ഇല്ല. ഗോപ്രോ ഒരെണ്ണം സെറ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, നടപടി ആവുന്നില്ല. നമ്മൾ അടുത്ത തവണ തൊട്ട് ഗോപ്രോ സെറ്റാക്കാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വണ്ടി തരുന്ന ആ ഒരു ലുക്ക്, ആ ഒരു അനലോഗ് മീറ്ററും ആ ഒരു ഹാൻഡിലും ഒക്കെ കൂടി ഒരു പക്ക പാക്കേജ്. ഹാൻഡിൽ കുറച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് കുറച്ച് എനിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് പൊക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അബ്സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടും. അതുപോലെ ഒരു ഹാൻഡിൽ ബാർ റൈസർ വേണമെങ്കിൽ ഇത് സെറ്റ് ചെയ്യാം. നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കി സൗണ്ടും കാര്യങ്ങളൊക്കെ. എനിക്കൊന്ന് ഇത് ഫിൽറ്റർ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒറിജിനൽ ആ ഒരു സൗണ്ട് നമുക്ക് ചിലപ്പോഴേ കിട്ടത്തുള്ളൂ. ബട്ട് ആ ഒരു ഹീറോ ഹോണ്ടയുടെ എഞ്ചിൻ്റെ ആ ഒരു ഫീല് അത് നമുക്കൊന്ന് ഫീൽ ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അതുപോലെ ഹൈറ്റ്, ഞാനിപ്പോൾ കയറി ഇരിക്കുമ്പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഈസിലി കാല് നിലത്ത് കുത്തി നല്ല ഫ്രീ ആയിട്ടിരിക്കാം. ഭയങ്കര കംഫർട്ടാണ് കേട്ടോ ഈ വണ്ടി. ശരിക്കും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് ഞാൻ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. വണ്ടി RPM നല്ല രീതിയിൽ, അതായത് നമ്മളൊരു ആ ഒരു 6000 RPM വണ്ടി കളി അങ്ങ് മാറ്റുക കേട്ടോ. നല്ല പുള്ളിങ്ങാ. പിന്നെ നമുക്ക് ഫീൽ ആകും കേട്ടോ ആ വണ്ടിയുടെ ഒരു വലിവ് കിട്ടുന്നത്. വണ്ടി ബാക്കി നിർത്തിയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഓടിച്ചപ്പോൾ കണ്ട പോലെ സാധനം ഓരോ ഗിയറിലും ആ ഒരു, എനിക്ക് തോന്നുന്നു 5000 RPM തന്നെ ആ ഒരു കിക്ക് വണ്ടിക്ക് കയറുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ പോക്ക് പോകുന്ന വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു 100-110 നല്ല സ്മൂത്തായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഹൈവേ ക്രൂസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ഈ ഒരു കരീഷ്മ R ഫസ്റ്റ് ജെൻ ആഗ്രഹിച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസിന് വർത്താണ് ഞാൻ പറയത്തുള്ളൂ. അതുപോലെ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ, മെയിൻ്റനൻസ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ പാർട്സും അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ. കാരണം അത്രത്തോളം ഉള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ മെയിൻ്റനൻസിൻ്റെ കേസിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് നോക്കുന്ന ടൈമിൽ എനിക്കൊന്നൊരു 50,000 താഴെ ഈ വണ്ടി കരീഷ്മ R ഫസ്റ്റ് ജെൻ വണ്ടികൾ അവൈലബിൾ ആവുന്നതാണ്. നല്ല കണ്ടീഷൻ നോക്കി മേടിച്ച് അത്യാവശ്യം ആദ്യത്തെ ഒരു മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ പണികളെല്ലാം തീർത്ത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ക്യാരക്ടറുള്ള ഒരു ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിച്ച് നോക്കുക വണ്ടി. നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ അറിയാവുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ
ഇതിൻ്റെ ഒരു ഫാനായി മാറും. വർഷങ്ങളായിട്ട് പൊന്നുപോലെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇതിൻ്റെ ക്ലബ്ബൊക്കെ ആണെങ്കിലും നല്ല സ്ട്രോങ് ക്ലബ്ബാണ്. ഞാൻ ഇഷ്ടംപോലെ അവരുടെ ഇൻസ്റ്റയ്ക്കകത്ത് വീഡിയോസ് കാണാറുണ്ട്. ഇവർ ഇടയ്ക്കെല്ലാം മന്ത്ലി ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്ത് ഭയങ്കര കമ്പൈൻഡ് ആയിട്ടുള്ള ഭയങ്കര ഒരു യൂണിറ്റിയാണ് ഈ ഒരു കരീഷ്മയുടെ ക്ലബ്ബുകാരാണ് ഉള്ളത്. സോ നമ്മുടെ കരീഷ്മ 6ൻ്റെ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ ഇതൊക്കെയാണ് കേട്ടോ. വണ്ടിയുടെ ഇൻഡെപ്തായിട്ട് നമുക്ക് റൈഡിങ് ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഇറക്കുന്നുണ്ട്. കാരണം ഒരു ഗോപ്രോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് വണ്ടിയുടെ കാര്യങ്ങളിലോട്ടൊക്കെ അതുപോലെ ഇതിൻ്റെ അതുപോലെ RX-ൻ്റെ പിന്നെ കുറേ വണ്ടികളുടെ കമൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു റൈഡ് റിവ്യൂ ഇടാവും എന്നുള്ളത്. ഗോപ്രോ ഇല്ലാത്തതിൻ്റെ ഒരു അപാകത കാരണം അതൊക്കെ ഇങ്ങനെ ഹോൾഡായി നിൽക്കുകയാണ്. ഗോപ്രോ എടുത്തു കഴിഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഇറക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നത് വരെ ബൈ.